ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു കാർ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബൈക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു മണി വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആൾക്കാരോട് നല്ലോണം സംസാരിക്കണമെങ്കിൽ, എല്ലാം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ഗിമിക്കും ഇല്ല, ഒരു കള്ളത്തരവും ഇല്ല, ഒരു പൊട്ടത്തരവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബ്രോ, അടുത്ത ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഏറ്റവും ഞാൻ എക്സൈറ്റഡ് ആണ് നിങ്ങളോട് പറയാൻ വേണ്ടി. വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, എങ്ങനെ സുഖമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ ഞെട്ടി തുടങ്ങും. ഫക്ക് പോയി. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 9:45. ബ്രോ, എനിക്ക് 12 മണിക്ക് എക്സാം. ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണെങ്കിൽ ഒരു വീക്ക് മുമ്പേ ഞാൻ അറിഞ്ഞതാ എനിക്ക് ഇന്ന് എക്സാം ഉണ്ടെന്ന് എല്ലാം അറിഞ്ഞ. എന്നിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്തോന്ന് എനിക്കറിയാം. ആ എക്സാമിനുള്ള പിറ്റേ ദിവസം അന്ന് രാത്രി പെട്ടെന്ന് പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് ഞാൻ ആലോചിച്ച കാര്യം എന്തോന്ന് എനിക്കറിയാം. ഇന്ന് ഇത്രയും പഠിച്ചത് മതി, ഇനി നാളെ രാവിലെ 4 മണിക്ക് അങ്ങ് എണ്ണിച്ച് ഞാൻ പഠിക്കും എന്ന് പറഞ്ഞിട്ട് അലാറം വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. അലാറമൊക്കെ അടിച്ചതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ സമയം 9:45. ഇപ്പൊ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് കോളേജിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. കോളേജ് ബസ് ഉണ്ടായിരുന്നു, അതും പോയി. അത് 8:30 പോകും. നിങ്ങൾ ആ അവസ്ഥയൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ. ആ എക്സാമിന് ക്ലിയർലി 0 മാർക്കാണ് ഞാൻ മേടിച്ചത്. മൊട്ട അന്ന് വെച്ചാൽ ഒരു ഭ്രാന്തൻ സാറുമായിരുന്നു. എനിക്ക് 1 മാർക്കും വെറുതെ ഞാൻ എഴുതി വെച്ചിട്ട് പോലും അയാൾ എനിക്ക് 1 മാർക്ക് പോലും ഇട്ടിട്ടില്ല. മൊട്ട. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെയിൻ ആയിട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് ഓപ്പൺലി പറയട്ടെ. എനിക്ക് ആ സമയത്ത് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്താണെന്ന് അറിയാം, ടൈം മാനേജ്മെന്റ് എന്താണെന്ന് അറിയാം, മെഡിറ്റേഷൻ എന്താണെന്ന് അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഞാൻ ഒരു ആക്ഷനും ആ സമയത്ത് എടുക്കുന്നില്ലായിരുന്നു. നമുക്ക് റിയലി അറിയാം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊരു റാറ്റ് ലൈഫ് സ്റ്റൈൽ ആണെന്ന് നമുക്ക് നല്ലോണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയൽവക്കത്തുള്ളവനും എല്ലാം ഉള്ളത് അതേ മൈൻഡ് സെറ്റ് ആണ്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, എല്ലാ പെൺപിള്ളേരും ആഗ്രഹിക്കുന്ന, എല്ലാ ഫാമിലി മെമ്പേഴ്സും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഈഗിൾ മൈൻഡ് സെറ്റ് ആണ് നമ്മൾക്ക് വേണ്ടത്. നിങ്ങൾക്കൊരു കാര്യം റിയലി അറിയാം, ഞാനൊരിക്കലും നിങ്ങളുടെ കോമൺ യൂട്യൂബറിന്റെ കൂട്ടി ഇവിടെ വന്നിരുന്ന് പൊട്ടത്തരം പറയുന്ന ഒരാളല്ല. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നമ്മളെപ്പോലുള്ള ഈ യങ് ജനറേഷൻ, ഈ സൊസൈറ്റി പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്തോന്ന് നിങ്ങൾക്കറിയാം. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾ രാവിലെ എണ്ണിക്കുന്നു രാത്രി എണ്ണിക്കുന്നു എന്നുള്ള കാര്യം മാത്രം എഴുതുന്നതല്ല ടൈം മാനേജ്മെന്റ്. അതല്ല ബ്രോ ടൈം മാനേജ്മെന്റ്. അത് സത്യത്തിൽ ഒരു പൊട്ട മൈൻഡ് സെറ്റ് ആണ്, റാറ്റ് മൈൻഡ് സെറ്റ് ആണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, ഈ 95 റാറ്റ് ജോബ് ചെയ്യുന്നവരല്ലേ, അവന്മാരെല്ലാം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് എണ്ണിക്കുന്നു, ഈ സമയത്ത് എണ്ണിക്കുന്നു, ഇത് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. ഇതാണ് ടൈം മാനേജ്മെന്റ് എന്നാണ്. അത് പൊട്ടത്തരമാണ് ബ്രോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂട്ട് ഒരു പെയിൻ സിറ്റുവേഷൻ, ഒരു റാറ്റ് ലൈഫിൽ നിന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്നെ ബിലീവ് ചെയ്തേ പറ്റൂ ബ്രോ. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റ് ആയിട്ടുള്ള PT സാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമല്ല ടൈം മാനേജ്മെന്റ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു കാര്യം മാത്രമാണ്. അതാണ് റിയൽ കാര്യം. അതാണ് പ്രൊക്കാസ്റ്റിനേഷൻ. ഈ കാര്യമാണ് റിയലി നമ്മൾ എന്തു ചെയ്യണം, നമ്മൾ എന്തു ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത്. 98% ഓഫ് ആൾക്കാരും ഈ ട്രാപ്പിൽ, ഈ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന ട്രാപ്പിൽ പെട്ട് ഇരിക്കുകയാണ്. അവർക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്, എങ്ങനെ എൻ്റെ ലൈഫ് പോകുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ വേണമെങ്കിൽ, നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് പ്രൊക്കാസ്റ്റിനേഷൻ. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യവുമില്ല ബ്രോ. സിംപിളി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന വർക്ക്, അതാണ് ബ്രോ പ്രൊക്കാസ്റ്റിനേഷൻ. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ബാക്കി എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രോട്ടീൻ മേടിക്കുന്നുണ്ട്, നിങ്ങൾ ഡ്രസ്സ് മേടിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് ഷൂ ആ വേണ്ടതെന്ന് എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ജിമ്മിൽ മാത്രം പോകുന്നില്ല. അതാണ് ബ്രോ പ്രൊക്കാസ്റ്റിനേഷൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രഷ് ഉണ്ട്, അവളോട് നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ തലയണയും കെട്ടിപ്പിടിച്ച് അവളാണെന്ന് പറഞ്ഞ് നിങ്ങൾ കിടക്കാറുണ്ട്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളെ മുന്നിൽ കാണുമ്പോൾ നിങ്ങളുടെ മുട്ട് കിടക്കുന്നു, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെ ആവട്ടെ, അന്ന് ആ പരിപാടി നടക്കത്തില്ല, അന്ന് ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ടൊക്കെ ഞാൻ വരും, അപ്പോൾ അടിപൊളിയായിരിക്കും എന്നെ കാണാം, അന്ന് സംസാരിക്കാം എന്ന് നമ്മളിങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവളെ വേറെ ആരും അടിച്ചുകൊണ്ട് പോകും. ബെറ്റ് വെക്കുന്നുണ്ടോ? ഉണ്ടോ? 10 രൂപ. സോ എനിവേ, ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ഈ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. റിയലി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് പ്രൊക്കാസ്റ്റിനേഷൻ. എങ്ങനെ നിങ്ങൾ റിയലി പ്രൊക്കാസ്റ്റിനേഷൻ സ്റ്റോപ്പ് ചെയ്യും ബ്രോ? നിങ്ങൾക്ക് പ്രൊക്കാസ്റ്റിനേഷൻ റിയലി ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പ്രൊക്കാസ്റ്റിനേഷൻ നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇതിനകത്ത് ഒരു ഗിമിക്കും ഇല്ല, ഒരു കള്ളത്തരവും ഇല്ല, ഒരു പൊട്ടത്തരവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സ്റ്റാർട്ട് ദ വർക്ക്. നിങ്ങളിപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന ആ വർക്ക്
നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രൊക്കാസിനേഷൻ എന്ന് പറഞ്ഞ കാര്യം നിങ്ങളെ ഇത്രമാത്രം റാറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇസഡ് ഗ്രൂപ്പിന്റെ ഒരു പാർട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും പിന്നെ ഇനി വല്ലവന്മാരുടെ ലൈവ് കാണാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് ആണുള്ളത്, അത് റാറ്റ് മൈൻഡ് സെറ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മൈൻഡ് സെറ്റ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക ബ്രോ. നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു കാർ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബൈക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു മണി വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആൾക്കാരോട് നല്ലോണം സംസാരിക്കണമെങ്കിൽ, എല്ലാം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോൾ പ്രൊക്കാസിനേഷൻ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു ആ സമയം മുതൽ മാത്രമേ ചേഞ്ച് നമുക്ക് ഉണ്ടാവത്തുള്ളൂ. ബ്രോ, അടുത്ത ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഏറ്റവും ഞാൻ എക്സൈറ്റഡ് ആണ് നിങ്ങളോട് പറയാൻ വേണ്ടി. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത ടൈം, ഞാൻ എടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഡീപ് സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇതിൻ്റെ വർക്കിലേക്ക് വന്നതും ഈ സാധനം ഞാൻ കണ്ടുപിടിച്ചതും. നിങ്ങൾ ഇത് അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ബുക്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭിത്തിയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒട്ടിച്ച് വെച്ചിരിക്കുക, ദിസ് തിങ് വർക്ക് റിയലി വെൽ. എന്താണ് നമുക്ക് റിയലി പറ്റുന്നത്? ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയും ഫോണും, ഇങ്ങനെയുള്ള കുറേ വീഡിയോസും, ഇങ്ങനെയുള്ള കുറേ ഗെയിംസും, ഇങ്ങനെയുള്ള കുറേ യൂട്യൂബേഴ്സും, ഇങ്ങനെയുള്ള കുറേ ലൈവ് ചെയ്യുന്നവന്മാരും ഇവന്മാരെല്ലാം നമ്മുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് റിയലി എന്താണ് പറ്റുന്നത്? നമ്മുടെ ബ്രെയിൻ എന്താണ് അങ്ങോട്ട് തന്നെ കൂടുതൽ പോകുന്നത്? നമ്മൾ എന്താണ് വർക്കിനെ അവോയ്ഡ് ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴും തിങ്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്? റിയലി നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് ബ്രോ. നമ്മൾ പ്രൊക്കാസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾ സാടാവുന്നത് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഇതാണ് ബ്രോ കാരണം. യു ഡോണ്ട് മാനേജ് യുവർ ടൈം. നിങ്ങൾ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യുന്നത്, നിങ്ങൾ ഇഷ്ടംപോലെ ഫുഡ് കഴിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്, ഇഷ്ടംപോലെ നിങ്ങൾ ഗെയിം കളിക്കുന്നുണ്ട്, നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം? നിങ്ങൾ ഇങ്ങോട്ട് പോകും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? യു ഡോണ്ട് നോ വാട്ട് യു ആർ ഡൂയിങ് വിത്ത് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് എന്താണ് നിങ്ങൾ റിയലി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ ആ റീല് കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകും, നിങ്ങൾ ഈ ലൈവ് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോകും, നിങ്ങൾ ഏതെങ്കിലും ഒരു ആക്ടറിനെ കാണുമ്പോൾ നേരെ ഫോണിലേക്ക് പോകും. സോ മനസ്സിലായി, ഇങ്ങനെ എന്താണ് നമ്മുടെ ലൈഫ് വെച്ച് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. അവിടുന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് സർവൈവൽ മെക്കാനിസം ഉണ്ട്. നമ്മൾ ഇത്രയും വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് ഇങ്ങോട്ട്. യു വിൽ ഗെറ്റ് ഡിപ്രസ്, സാഡ് ആൻഡ് ആങ്സൈറ്റി. എന്തുകൊണ്ട് അങ്ങനെ റിയലി ഉണ്ടാവുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് റിയലി നമുക്ക് അറിയത്തില്ല. നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ സാഡ് ആവും, ഡിപ്രസ്ഡ് ആവും, ആങ്സൈറ്റി വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കോർ പോയിന്റിൽ നിങ്ങൾ നിങ്ങളുടെ 100% അറ്റൻഷൻ തരണം എനിക്ക്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടുന്ന് നമ്മൾ നേരെ കയറി പോകുന്നത്, അവിടുന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് കയറി പോകുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു, നിങ്ങൾ സാഡായിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി വരുന്നു, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് പോകും, അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കാൻ പോകും, അപ്പോൾ നിങ്ങളിങ്ങനെ ഷുഗറി ഫുഡ്സ് കുറേ കഴിക്കും, അപ്പോൾ നിങ്ങൾ പിന്നെയും നിങ്ങളുടെ ടൈം കൊണ്ട് വേസ്റ്റ് ചെയ്യും. എന്തുകൊണ്ട്? ഇതാണ് കീ പോയിന്റ്. എന്തുകൊണ്ട്? ഈ ഡിപ്രഷനിൽ നിന്നും, ഈ സാഡ്നെസ്സിൽ നിന്നും, ഈ വിഷമത്തിൽ നിന്നും നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യണം. നിങ്ങളുടെ മൈൻഡിനകത്ത് റിലാക്സ്ഡ് ആവണം. നിങ്ങൾക്ക് ഡോപ്പമൈൻ വേണം. പിന്നെയും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ, ഫോൺ, ഇതുപോലുള്ള അൺഹെൽത്തി തിങ്ങിലേക്ക്, ലൈവ്, കുയിവ്, പിന്നെ നെഗറ്റീവ് ന്യൂസ്, ഇതുപോലുള്ള പൊട്ടന്മാരുടെ പരിപാടിയിലേക്ക് നമ്മളെ ഇവന്മാർ പെടുത്തും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പിന്നെയും എങ്ങോട്ടാണ് പോകുന്നത് ബ്രോ? പിന്നെയും നമുക്കൊരു ടൈം മാനേജ്മെന്റ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. കാരണം എന്താ? നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയ, ഇത്രയും സംഭവം ഉപയോഗിക്കും, നമുക്ക് ടൈം മാനേജ് ഉണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റൂ ബ്രോ? ഇതാണ് റിയാലിറ്റി ബ്രോ. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന റാറ്റ് ലൈഫ്. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാനിത് കള്ളത്തരം പറയുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്ക്. ഞാനിത് കള്ളത്തരമാണോ പറയുന്നത്? എനിക്കിവിടെ ഒരു കാര്യം അറിയാൻ വേണ്ടി, വ്യൂവിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുത്തനും ഇതുപോലെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. അന്ന് 100% കോൺഫിഡൻസ് എനിക്കുണ്ട് ബ്രോ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആക്ഷൻ എടുക്കണം. നമ്മൾ ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾ മോട്ടിവേഷനിൽ ഫോക്കസ് ചെയ്തിരുന്നിട്ട് ഒരു കാര്യമില്ല. ബിൽഡ് യുവർ ഡിസിപ്ലിൻ.
ആൻഡ് ഐ ബിലീവ് ഇൻ യു, യു ക്യാൻ ഡു ഇറ്റ്. നമുക്ക് ഈ സ്ലംസിൽ നിന്ന്, നമുക്ക് ഈ ഓടയിൽ നിന്ന്, നമുക്ക് ഈ റാറ്റ് ലൈഫിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഇത് കോച്ചിങ് ചെയ്യുന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരുന്നു ബ്രോ. ഈ കാര്യം കൂടെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ റാറ്റ് ലൈഫിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ടൈം നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. അതെന്തുവെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്, ആരും ചെയ്യാത്തൊരു കാര്യമാണ്. PFT. ഇതാണ് മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എന്താണ് PFT? എന്താണ്? വല്ല സംഘടന വല്ലതാണോ? ഒന്നുമല്ല. പ്ലാൻ ഫോർ ടുമാറോ. ഇപ്പൊ എല്ലാവരും വിചാരിക്കും പ്ലാൻ ഫോർ ടുമാറോ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഞാനൊക്കെ ചെയ്യാറുണ്ട്. Come on bro, come on, don't be a pussy, come on. PFT എന്താണ് ബ്രോ? PFT, പ്ലാൻ ഫോർ ടുമാറോ. വേറെ ഒന്നുമല്ല, നിങ്ങളോട് ആക്ഷനബിൾ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നിട്ട് ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നാളെ എത്ര മണിക്കായിരിക്കും എണ്ണിക്കുന്നത്, നിങ്ങൾ നാളെ എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ഉപയോഗിക്കുന്നത്, നിങ്ങൾ നാളെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഈ ടൈമിനുള്ളിൽ ഞാൻ ഇത് ചെയ്ത് തീർത്തിരിക്കും. ദാറ്റ് ഈസ് PFT, പ്ലാൻ ഫോർ ടുമാറോ. ഇന്നു രാത്രി എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ഇന്നു രാത്രിയെ നിങ്ങൾ PFT ചെയ്തിട്ട് വേണം നിങ്ങൾ കിടക്കാൻ. അങ്ങനെ നിങ്ങൾ കിടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് റാറ്റ് ലൈഫിൻ്റെ സോളാണ്. നിങ്ങളുടെ ലൈഫ് കണ്ടിന്യൂസ്ലി പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും ആ റാറ്റ് ലൈഫാണ്. അതല്ല എൻ്റെ വിഷമം, അതല്ല ബ്രോ എൻ്റെ വിഷമം. ഈ ഇൻഫോർമേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ പിന്നെയും കംഫോർട്ടബിൾ ആയിട്ട് ആ റാറ്റ് ലൈഫ് ആണല്ലോ നിങ്ങൾ ചൂസ് ചെയ്തതെന്ന് എന്നോർത്ത് എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ എനിക്ക് രണ്ട് കാര്യം കൂടെ ചെയ്തു തരണം. ഒന്ന്, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന്, പൊട്ടന്മാർക്ക് അയച്ചു കൊടുക്കരുത്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അടിപൊളിയായിട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഡ്രീം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക, നിങ്ങൾ ഇത്രയും നാൾ അവോയ്ഡ് ചെയ്ത ആ ഡീപ്പ് വർക്ക് അല്ലെങ്കിൽ ആ ഹാർഡായിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ, അതെന്താണെന്ന് കമന്റ് ചെയ്യുക. I want to know it. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother. Ma. Ha ha.